പണ്ട് നാട്ടിൽ നമ്മൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ജർമ്മനിയിൽ ഈ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ജർമ്മനിയിലുള്ള കോഴ്സുകളെ കുറിച്ച് അങ്ങനെ അന്ന് ആരും വീഡിയോസ് ഇട്ടിട്ട് കണ്ടിട്ടില്ല. കൂടുതലും കണ്ടിട്ടുള്ളത് യൂറോപ്യൻ സെഞ്ചുറി പിന്നെ നിമൈൻ ജർമ്മനിയുടെ ഒക്കെ വീഡിയോസാണ് ഞാൻ വന്ന സമയത്ത് കണ്ടിട്ടുള്ളത്. കാനഡയിലും യു കെയിലൊക്കെ മാസ്റ്റേഴ്സിനൊക്കെ പോകുന്ന ചേട്ടന്മാരെ പോലെ ആയിരിക്കും ഇവിടുത്തെ ഈ കോഴ്സ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കുറച്ച് ക്ലാസ് പിന്നെ നമുക്ക് പാർട്ട് ടൈം പോവാം അങ്ങനെ ടൈപ്പിലാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഐഡിയ ഇല്ലല്ലോ. വൺസ് ജർമ്മനി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലായത്. നമുക്കൊരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല ഗൈസ്. ക്ലാസ്സുകളപ്പോൾ ക്ലാസ്, മൺഡേ ടു ഫ്രൈഡേ 8 hours ക്ലാസ്സോട് ക്ലാസ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചപ്പോൾ അവൻ എന്നെ എല്ലാ ദിവസവും ഈ സമയത്ത് വിളിക്കുന്നത്, ഒരു ക്ലാസ്സുള്ള സമയത്ത്. ഞാൻ പറയട്ടെ ക്ലാസ്സിലാണ്. ഇതെന്തുവാ നിനക്ക് എപ്പോഴും ക്ലാസ്, നിങ്ങൾക്ക് അവിടെ അങ്ങനെ ക്ലാസ് ഒന്നും ഇല്ല എന്നല്ല കേട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മളൊരു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ക്ലാസ്സൊക്കെ ഉപേക്ഷിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ വീണ്ടും തനി സ്കൂൾ സിസ്റ്റമാണ് ഗൈസ്, വേറെ ഒന്നും പറയാനില്ല. ഡ്യൂട്ടികളൊക്കെ ആണെങ്കിൽ ഫുൾ ഡ്യൂട്ടി. അതെന്ന് പറയുന്നത് ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ, ചിലവർക്ക് മൺഡേ ടു സാറ്റർഡേ സൺഡേ വരെ കണ്ടിന്യൂസ് ഷിഫ്റ്റൊക്കെയാണ്. അത് കഴിഞ്ഞ് 2-3 ദിവസം ചിലപ്പോൾ ഫ്രീ കിട്ടും. പിന്നെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇയറിൽ നമുക്ക് 2-3 വട്ടം എന്തെങ്കിലുമൊക്കെ വെക്കേഷനായിട്ട് കിട്ടും. അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാം. അതായത് കുറച്ച് സ്റ്റുക്കായിട്ട്, അതായത് 30 ദിവസം ടോട്ടലൊക്കെ കിട്ടും. അതല്ലാതെ എന്ത് പറയാം. ഇപ്പം എന്താ എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത്, എങ്ങനെയെങ്കിലും 3rd ഇയർ എക്സാം പാസ്സാവണമെന്ന്. ഇതുവരെ എക്സാംസ് പാസ്സായവരെ നമിച്ചു. എന്നെ കൊണ്ട് നോക്കിയിട്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമുക്കൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ തോന്നത്തില്ലല്ലോ. ആ സ്റ്റേജിൽ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുക്ക് ചെയ്യാൻ സമയമില്ല, അലക്കാൻ സമയമില്ല, നമ്മുടെ കാര്യങ്ങളും ചെയ്യാൻ സമയമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ എക്സാമിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ചോദിച്ചു. അത് ഈ 3rd ഇയർ പാസ്സായില്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനുണ്ട്. അതായത് നമുക്കൊരു തവണ എക്സാം എഴുതാം, പിന്നെ വേറൊരു എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് പ്രൂഫും ആംറ്റിൽ മെസ്സേജ് അയച്ചിട്ട്, പക്ഷെ അത് അങ്ങനെ ആരും ചെയ്യാറില്ല. അങ്ങനെയും ചെയ്യാം. ഭയമുള്ള കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് ഫ്ലീക്ക് ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒന്ന് മനസ്സിലൊരു എവിടെയോ ഒരു കോളിൽ സന്തോഷം. കാരണം അതല്ലെങ്കിൽ നമുക്ക് വേറെ സ്റ്റേറ്റിൽ പോയി വീണ്ടും ഹൗസ് ബിൽഡിംഗ് ചെയ്യണം. ഇങ്ങനൊരു ഓപ്ഷൻ കേട്ടപ്പോൾ മനസ്സിൽ എന്തൊരു സന്തോഷം. നമുക്ക് വേറെ ഹൗസ് ബിൽഡിംഗ് എടുത്ത് പോകാമല്ലോ ആ സമയം കൊണ്ട്. ആകെയുള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്തിൻ്റെ അവസാനം സ്റ്റൈഫൻഡ് കയറും. അത് മാത്രം ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. പിന്നെ പ്രാക്ടിക്കലിനൊക്കെ പോകുമ്പോൾ പേഷ്യൻസിൻ്റെ മുഖം കാണുമ്പോൾ അവരുടെ സ്നേഹം കാണുമ്പോൾ അല്ലാതെ കട്ടസ്ട്രോഫിയാണ് ഗൈസ്.